വലിയ ആളുകളിലും കുട്ടികളിലും ഒരുപോലെ കാണുന്ന ഒരു പ്രശ്നമാണ് മൊബൈൽ അഡിക്ഷൻ. ഇപ്പോൾ രാവിലെ തന്നെ എണീറ്റ് മൊബൈലിൽ നോക്കിയിരിക്കുക, കുറച്ച് നേരം അതിലിങ്ങനെ നോക്കിയിരുന്ന് അവരങ്ങനെ അതിൽ കളിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പം അങ്ങനെ ഇരുന്നിട്ട് അവരെ ജോലിക്ക് പോകുന്നതോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർ സമയം വൈകുക, ഇങ്ങനെയൊക്കെ ഈ അഡിക്ഷൻ ഉള്ളവരിൽ കാണുന്ന ഒരു ലക്ഷണമാണ്. അവർ ഉപയോഗിക്കുന്നതിന് ഒരു കൺട്രോൾ ഉണ്ടാവില്ല എന്നുള്ളത്. പിന്നെ നമ്മളായിട്ട് അടുത്ത ബന്ധമുള്ളവർ നമ്മളോട് കംപ്ലൈൻറ്റ് ചെയ്യും, നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗം കൂടുതലാണെന്നുള്ളത്. അത് അതിൻ്റെ വേറൊരു ലക്ഷണമാണ്. നിങ്ങളെ ജോലിയെയും റിലേഷൻഷിപ്പിനെയും അതേപോലെ നിങ്ങളെ സാമൂഹ്യ ബന്ധങ്ങളൊക്കെ നിങ്ങളെ മൊബൈൽ ഉപയോഗം ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ചില ആളുകൾ ജോലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ വെറുതെ ഒരു നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് മൊബൈലിലൊന്ന് നോക്കും. ആദ്യം വാട്സപ്പൊക്കെ ഒന്ന് എടുത്ത് നോക്കും. അത് കഴിഞ്ഞ് അവരറിയാതെ തന്നെ മറ്റ് ആപ്പുകളിലേക്ക് ഇൻസ്റ്റഗ്രാം അങ്ങനെ എടുത്ത് സമയം പോകുന്നത് അറിയില്ല. അപ്പോൾ അവരങ്ങനെ കുറേ സമയം മൊബൈലിൽ സ്പെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ വർക്ക് അവർക്ക് പെൻഡിങ് ആവും. അങ്ങനെ ഡെഡ് ലൈനൊക്കെ അവർക്ക് ഇഷ്യൂ ഉണ്ടാവും, കറക്റ്റ് വർക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയാത്തതൊക്കെ. ഇതൊക്കെ മൊബൈൽ അഡിക്ഷൻ ഉള്ള ആളുകളുടെ ഒരു ലക്ഷണമാണ്. അവർ ഉപയോഗിക്കുന്നത് അവരറിയാതെ കുറേ സമയം അതിൽ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. വേറെ ഒരു ലക്ഷണമാണ് ഇത് ഉപയോഗിക്കാൻ കിട്ടാതിരിക്കുമ്പോൾ വല്ലാത്തൊരു വെപ്രാളം, പരവേശം ഉണ്ടാകുക. ഇനി വിഡ്രോവൽ സിംറ്റം എന്നാണ് പറയുക. പലതവണ ഉപയോഗം കുറക്കാൻ ശ്രമിച്ചു, പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല. ഈ അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ട്രയൽസ് മൊബൈൽ അഡിക്ഷൻ ഉള്ളവരിൽ ഉണ്ടാവുന്നതാണ്. അഡിക്ഷൻ്റെ പരിണിത ഫലത്തെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഉണ്ടായിട്ടും, അതായത് ഇതുകൊണ്ട് നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകും, നമുക്ക് വൈകാരികമായിട്ടുള്ള, അതേപോലെ നമ്മളെ ഉറക്കം കുറയുക, നമ്മളെ റിലേഷൻഷിപ്പിലൊക്കെ ഇഷ്യൂ ഉണ്ടാവും എന്നുള്ള കൃത്യമായ ധാരണ ഉണ്ടായിട്ടും അതിൽ മുഴുകിക്കൊണ്ടേയിരിക്കുക, വീണ്ടും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക, ഇതൊക്കെ അഡിക്ഷൻ ഉള്ള ആളുകളുടെ ഒരു ലക്ഷണമാണ്. അഡിക്ഷൻ ഉണ്ടാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ കുട്ടികളിലാണെങ്കിൽ അത് കണ്ടീഷൻഡ് ആണ്. ഒരു ഉദാഹരണത്തിന് ചില ഉമ്മമാരൊക്കെ കണ്ടിട്ടുണ്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഫോൺ കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ അവർക്ക് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഫോൺ വേണ്ടി വരും. അങ്ങനെ കുട്ടികളിൽ അഡിക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കുക അത് മൊബൈലായിട്ട് കണ്ടീഷൻ ചെയ്യുമ്പോൾ അങ്ങനെ കണ്ടീഷൻ ബിഹേവിയർ ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ മറ്റൊരു കാരണമാണ് ഒറ്റപ്പെടൽ. ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാനൊന്നും ആരും ഇല്ലാത്ത അവസ്ഥ, ഈ ലോൺലിനെസ് അഡിക്ഷന് കുട്ടികളിലൊക്കെ കാരണമാവുന്നുണ്ട്. കൗമാരപ്രായക്കാരിൽ അഡിക്ഷൻ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവർക്ക് പ്ലഷറബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊന്നും ഏർപ്പെടാനില്ലാത്തൊരവസ്ഥ ഉണ്ടാവുക, അവർക്ക് എൻഗേജ് ചെയ്യാനുള്ള മറ്റു ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതിരിക്കുക. അപ്പോൾ അവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. മുതിർന്ന ആളുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗം കൂടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സിനെ ടോളറേറ്റ് ചെയ്യാനുള്ള മറ്റു വഴികളൊന്നും അവർക്കില്ല. മൊബൈൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അവരെ സ്ട്രെസ് കുറക്കാൻ അവർ കണ്ടെത്തുന്ന വഴി എന്നുള്ളത്. ചില ആളുകളിൽ ഇത് സോഷ്യൽ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇതൊക്കെ കുറവാകുമ്പോൾ അവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, അങ്ങനെ പ്രശ്നം അഡിക്ഷൻ ചിലരിലൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ഒരു പണി ഉണ്ടാവില്ല, അങ്ങനെ മൊബൈൽ ഫോൺ അഡിക്ഷനിലേക്ക് എത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്ലഷർ മറ്റു കാര്യങ്ങൾ കിട്ടുന്ന പ്ലഷറിനേക്കാൾ കൂടുതലാവുക.